അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഹെയർ ബോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ബോ ആണ് കേട്ടോ. ഒന്ന് സിൽവർ, രണ്ട് സിൽവർ ആണ്, ഒന്ന് 5mm പിന്നെ 3mm ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവന്മാരെ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 3mm ആണ് കേട്ടോ. ആ ബോയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മിക്സഡ് ബീഡ്സ് ആണ് കേട്ടോ. ടിയാരയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബീഡ്സ് ആണ്. അപ്പോൾ ഇത് ഫുള്ളും പിന്നെ മിക്സഡ് കളേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ B7000ന്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക, ഇവന്മാരെ എല്ലാം കൂടെ ഇതിനകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ രണ്ട് കളർ മാത്രം ചൂസ് ചെയ്തിട്ട് അത് മാത്രം വെച്ചും ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിൽ മിക്സഡ് ആയിട്ടാണ്, എനിക്ക് കയ്യിൽ കിട്ടിയ കളേഴ്സൊക്കെയാണ് എടുത്ത് അതിലോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 10 ഗ്രാം ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ മിക്സഡ് ആയിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ മിക്സഡ് കളേഴ്സ് ആകുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കുമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ വേറെ ഒന്നുമില്ല, ഇങ്ങനെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഗ്ലൂ പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം കേട്ടോ. വെപ്രാളപ്പെട്ടാൽ അതങ്ങ് ഊരിപ്പോവും, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഉണങ്ങാൻ വേണ്ടിയിട്ട് സമയം വേണം. പിന്നെ എനിക്ക് ഇത് നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടി കേട്ടോ ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഊരിപ്പോകുന്ന ടൈപ്പല്ല, അതങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഉരുണ്ടു പോകുന്ന ബീഡ്സൊക്കെ അങ്ങനത്തെ ടൈപ്പൊക്കെ ആണെങ്കിലാണ് പെട്ടെന്ന് ഊരിപ്പോകുന്നത് കേട്ടോ. എന്നാലും ഇത് കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണം, അല്ലെങ്കിൽ കയ്യിലൊന്ന് പറഞ്ഞിങ്ങ് വരും. അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ചെവിയുടെ കുറച്ച് മുകളുടെ ആ ഭാഗത്ത് വെച്ച് ഞാനങ്ങ് നിർത്തി കേട്ടോ. നമുക്ക് ചെവിയുടെ അവിടെ വേണ്ടല്ലോ, അപ്പം അത്രയും ഭാഗത്ത് വരെ ഞാൻ കൊണ്ട് എത്തിച്ചിട്ടുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എന്താ ഫുള്ളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആഹാ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല മഴവിൽ കളറിൽ അങ്ങ് തിളങ്ങയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ഇതേപോലത്തെ കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കളർ ബീഡ്സ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ നടുക്ക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഓരോ ബീഡ്സ് വീതം വെച്ച് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് ഇങ്ങനെ കളർ നോക്കി വെക്കണമെന്നില്ല, ഏതെങ്കിലും കളർ എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് കയ്യിൽ കിട്ടുന്ന കളേഴ്സൊക്കെയാണ് അതിൻ്റെ അകത്ത് നടുക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ആ ഹോളൊന്നും മറയണ രീതിയിൽ സൈഡ് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഹോൾ ഇങ്ങനെ മുകളിൽ വരാത്ത രീതിയിൽ വെക്കണം കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഞാൻ പിന്നെ ഫുള്ളും ഇങ്ങനെ വച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് ബീഡ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് അതിൻ്റെ എൻഡിലോട്ടൊന്ന് എൻഡ് ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെവിയുടെ ആ ഭാഗത്ത് പിള്ളേർക്ക് കുത്തയൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻഡ് ടേപ്പും കൂടെ രണ്ട് സൈഡിലും കൂടെ ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അടുത്ത ബോ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5mm ബോയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ്. പിന്നെ ഇത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ചെയ്യാണ്. പക്ഷെ ഞാൻ അതിൽ കുറച്ചും കൂടെ വലിയ ഒരു ബീഡ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ച് ചെറുതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റോൺ ചെയിനാണ്. പിന്നെ ഇത് മൾട്ടി കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബീഡ്സ് പെട്ടെന്ന് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഗ്ലൂ പെൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഡ്സ് കുത്തി അങ്ങ് വെക്കാൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിലോട്ട് ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബോയിൽ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഓരോ ബീഡ്സ് വീതം അതിലോട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സ്റ്റോൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഹാഫ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ആണ് നമ്മൾ ചെയിന് വേണ്ടി വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 സ്റ്റോണിൻ്റെ നടുക്കും കൂടെ ഗ്ലൂ തേച്ചിട്ടാണ് നമ്മൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ തന്നെ. ഇതേപോലെ നടുക്ക് ഭാഗത്ത് ഗ്ലൂ ഒന്ന് തേച്ചതിന് ശേഷമാണ് നമ്മൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയിന് വേറെ ഒന്നുമില്ല, ചെയിനിൻ്റെ തുടക്കം എടുത്തിട്ട് അങ്ങനെ വളച്ച് ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ വളച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പിന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ബോയൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നീക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടാണ് കേട്ടോ ഗ്ലൂ തേച്ചിട്ട് ഇത് വെച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുത്തടുത്തോട്ട് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴേക്കും കുറച്ച് അടുത്തടുത്തായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ഗ്ലൂ തേച്ച് ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ഉണങ്ങാൻ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഉണങ്ങാൻ വെക്കാതെ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് അതിങ്ങനെ ഇളകി പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെയ്തെടുത്തിട്ടുണ്ട്. അതിലും ഇതുപോലെ തന്നെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 അടിപൊളി ബോയാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്